ഇഫ്താറിൻ്റെ സമയത്തും വൈകുന്നേരം 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇറച്ചി കേക്കാണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ബീഫിൻ്റെ പകരമായിട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. ഇറച്ചി കേക്കാണല്ലോ, അപ്പോൾ ഇറച്ചിക്കൂട്ട് തയ്യാറാക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ഉള്ളി വയന്ന് വരാനുള്ളൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇനി എണ്ണ കുറവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. കാരണം ഉള്ളി നമുക്ക് സോഫ്റ്റായി കിട്ടാൻ അടച്ച് വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇനി ഒരു 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. ആ സമയത്ത് നമ്മുടെ സവാള നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ചതച്ചെടുത്തതാണ്. ഇനി നിങ്ങളടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ പച്ചമുളക് മാത്രമായിട്ട് വേറെ ചതച്ചതോ അല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇത് 3ഉം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീഫ് മസാലയാണ്. ഒരു 3/4 ടീസ്പൂണോളം ബീഫ് മസാലയും 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി. ഇതിലോട്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ആ കുരുമുളക് പൊടിയുടെയും ആ പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാല ഇല്ല എങ്കിൽ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്താൽ മതി. പിന്നെ മല്ലിപ്പൊടി ഇടുന്നതിൻ്റെ കുറച്ച് അളവ് കൂട്ടി കൊടുത്താലും മതി. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടത് ഒരു 1-1.25 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ മസാലയുടെ പച്ച മണം മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇത് തുറന്നിട്ട് ഇതിലോട്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ബീഫ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഞാനത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. നമ്മൾ സാധാരണ കട്ലറ്റിലോട്ടൊക്കെ ചേർക്കുന്ന പോലെ തന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ചിക്കൻ വേവിച്ചിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബീഫ് മസാല ചേർക്കണ്ട, അതിന് പകരമായിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മല്ലിപ്പൊടിയുടെ അളവ് കുറച്ച് കൂട്ടിയിട്ട് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ ചെയ്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ ഒരു നീരും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ചെറുനാരങ്ങയുടെ നീര് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേട്ടും ആ മസാല പിടിക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി, അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടിക്കോളും. ഇനി കേക്കാണല്ലോ, നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലോട്ട് നമ്മൾ 1 കിലോയുടെ കേക്കിൻ്റെ ആ ഒരു വലുപ്പമുള്ള പാനിലാണ് തയ്യാറാക്കുന്നത്. അതിലോട്ടുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 6 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും. ഇപ്പം മുട്ടയുടെ സ്മെല്ല് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ കേക്കിലോട്ടൊക്കെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുമല്ലോ, അതിന് പകരമായിട്ട് നമുക്ക് ആ സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാവും. എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് പതഞ്ഞ് വരുവോളം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ കൂടുതൽ വേണ്ട. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് ആ ഓയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാല്, ഞാൻ 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പ് മതി. ഇനി നമുക്ക് ബാറ്ററി പറ്റ തിക്കായി വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് പാല്
ഒഴിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അര കപ്പ് പാലട മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മൈദപ്പൊടിയാണ് വേണ്ടത്. ഒരു 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി വേണം. അപ്പോൾ ഓരോരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം എല്ലാം കൂടി ചേർത്ത് കൊടുത്തത് മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോരോ ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതുപോലെ ജസ്റ്റ് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വിസ്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഏതെങ്കിലും കട്ടയില്ലാതെ ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കണം ഇതുപോലെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. കൂടുതലായിട്ട് ഓവർ മിക്സിങ് വേണ്ട. കൂടുതലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അങ്ങനെ മൈദ കട്ടയില്ലാതെ എല്ലാം റെഡി ആയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഇറച്ചിക്കൂട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിക്കൂട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇതിൽ ഒന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ പകുതി ഇട്ടു ഞാൻ, ബാക്കി പകുതിയും കൂടി ചേർക്കണം. അത് ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ടു. കറക്റ്റ് അളവായിരുന്നു കേട്ടോ, ഒരു കേക്കിനുള്ള കറക്റ്റ് അളവായിരുന്നു. ഒരു 300 ഗ്രാം ഇറച്ചി വെച്ചിട്ടാണ് ഞാനത് കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. ഈ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേറെ നമുക്ക് തിക്കായി വരികയാണെങ്കിൽ പ്രശ്നമില്ല, കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ് കുറച്ച് കൂടി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ കൂട്ട് കുറച്ച് കുറവായി വരികയാണെങ്കിൽ, മാവ് കുറച്ച് ലൂസായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മൈദപ്പൊടി ഇതുപോലെ തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് കട്ടയില്ലാതെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാനിതിപ്പോൾ ഒരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിലാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോസ് പാനിലായാലും കേക്ക് ടിന്നിലായാലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിൽ ആദ്യം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാറ്റർ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുന്ന വീഡിയോൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഉള്ളിൽ കുഞ്ഞു പോലൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിന് മുകളിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ 5 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത ദോശ പാനായിരുന്നത് അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ വേണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലാക്കണ്ട, അടി കരിഞ്ഞു പോകും. പിന്നെ എൻ്റെ ബർണറാണെങ്കിൽ ചെറിയ ബർണറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ലോ ഫ്ലെയിമിലേറെ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ വലിയ ബർണറിൽ വെക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം അത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, പക്ഷേ എന്നാലും അതിൻ്റെ മുകൾ ഭാഗം വേവാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വേറെ പാനിലോട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വേറെ പാൻ ഞാൻ അടിയിൽ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അടി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സോസ് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് സുഖം. കേക്ക് ടിന്നിൽ വെച്ചിട്ട് ഓവനിൽ ബേക്ക് ചെയ്യുന്നില്ലാതെ എനിക്ക് സുഖമായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തും അതുപോലെ വൈകുന്നേരം ഞാൻ 4 മണി ചായയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നാലോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല ചൂടോട് കൂടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് കണ്ടോ, ഉടഞ്ഞിട്ടോ അല്ലെങ്കിൽ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. നല്ല ആവി പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ തണുത്ത് കഴിഞ്ഞാൽ അതിലേറെ സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് വേണ്ടിയിട്ട് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ട, നമുക്ക് അലുവ കട്ട് ചെയ്യുന്ന പോലെ ഇത് കട്ട് ചെയ്യാൻ പറ്റും, ഉടയുന്ന ഒന്നുമില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ഇതുപോലെ, കണ്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.